സോനയുടെ ഹൽദി ഫംഗ്ഷന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അവളുടെ വീട്. അവളുടെ വീടിന് ചുറ്റും മഞ്ഞ ലൈറ്റും മഞ്ഞ പൂക്കളും മറ്റും കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അശ്വിനും ആദിത്യയും സിദ്ധുവും അമ്മുവും കൂടി അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും മറ്റുമായിട്ട് അവളുടെ വീട്ടിലേക്ക് കയറി വന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി സോനയെ പോയി കണ്ടിട്ട് വാ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. സിദ്ധു അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. ഹോ, എന്ത് രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ. ഹാളിലേക്ക് കയറിയതും ആദിത്യ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവർ രണ്ടുപേരും ഹാളിന് ചുറ്റും നോക്കി. ഹാളിൽ ഫുള്ള് മഞ്ഞ ബലൂണും തോരണങ്ങളും വെച്ച് അലങ്കരിച്ചിരിക്കുകയായിരുന്നു. സോനയ്ക്ക് ഇരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു കസേരയും അതിന് മുൻപിൽ ഒരു മേശയും ഇട്ടിട്ടുണ്ട്. ആ മേശയുടെ മുകളിലായി മഞ്ഞ കളറിലുള്ള പലതരം പലഹാരങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ലഡു, ജിലേബി, ഹൽവ, മാംഗോ കേക്ക്, മാക്രോൺസ് തുടങ്ങിയ മഞ്ഞ കളറിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. എടി അമ്മു, എന്തോരം ബേക്കറി ഐറ്റംസാ! ഇതൊക്കെ ഇവൾ ഒറ്റയ്ക്കാണോ ഇന്ന് കഴിക്കാൻ പോകുന്നത്? ആദിത്യ സംശയത്തോടെ അവളുടെ അടുത്ത് നിന്ന് അമ്മുവിനോട് ചോദിച്ചു. എടി, ഇതെല്ലാം കൂടി അവൾ കഴിക്കില്ല. നമ്മൾ കുറച്ചെടുത്ത് അവൾക്ക് കൊടുക്കണം. ബാക്കി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കും. അമ്മു അവളെ നോക്കി മറുപടി പറഞ്ഞു. ആണോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹൽദി ഫംഗ്ഷനൊക്കെ പോകുന്നത്. എനിക്ക് ഇങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നുവെങ്കിൽ വന്നപ്പോൾ ഒരു ബാഗും കൂടി കൊണ്ടുവന്നേനെ. ആദിത്യ അമ്മുവിനോട് പതിയെ പറഞ്ഞതും അവൾ സംശയത്തോടെ ആദിത്യയുടെ മുഖത്തേക്ക് നോക്കി. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവൾ നോക്കുന്നത് കണ്ട ആദിത്യ അവളോട് ചോദിച്ചു. നീ എന്തിനാ ബാഗുമായിട്ട് വരുന്ന കാര്യം പറഞ്ഞത്? എനിക്കതങ്ങോട്ട് മനസ്സിലായില്ല. അമ്മു അവളെ നോക്കി ചോദിച്ചു. എടി, നീയല്ലേ പറഞ്ഞത് ഇതൊന്നും അവൾ ഒന്നിച്ച് കഴിക്കാൻ പോകുന്നില്ല എന്ന്? അപ്പോൾ എന്തായാലും ബാക്കി വരുമല്ലോ. ബാക്കി വരുന്നത് കൊണ്ടുപോകാൻ ഒരു ബാഗും കൂടി കരുതേണ്ടതായിരുന്നു. ആദിത്യ അവളെ നോക്കി പറഞ്ഞതും അമ്മു അവളെ കൂർപ്പിച്ച് നോക്കി. എന്താടി, ഞാനൊരു സഹായത്തിന് എൻ്റെ നല്ല മനസ്സ് നിനക്ക് അറിയില്ല. ആദ്യം അവളെ നോക്കി മുഖം വീർപ്പിച്ചു. ഇത് എന്നോട് പറഞ്ഞത് പോട്ടെ, നീ ചേട്ടായിയോട് ഇങ്ങനെയൊന്നും ചെന്ന് പറയരുത്. അമ്മു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ അമ്മുവിനെ നോക്കി. അതെന്താ? അവൾ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ചിലപ്പോൾ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിന്നോടൊന്ന് ഉണ്ടാക്കിയെടുത്ത ഫ്രണ്ട്ഷിപ്പ് വരെ ഇല്ലാതെയാക്കും എൻ്റെ ചേട്ടായി. അമ്മു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു. ഈ അമ്മു, നിന്റെ ഏട്ടൻ എൻ്റെ വലയിൽ വീഴാൻ വല്ല സാധ്യതയും നീ കാണുന്നുണ്ടോ? അവൾ നഖം കടിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കി ചോദിച്ചു. അതൊക്കെ നിന്റെ കഴിവ് പോലിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന സപ്പോർട്ടൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണ്. അമ്മു ചിരിയോടെ അവൾക്ക് മറുപടി നൽകി. ഹാ, ഞാൻ വലിയൊരു വല വിരിച്ചിട്ടുണ്ട്. അങ്ങേര് കറക്റ്റായിട്ട് അതിൽ തന്നെ വീടാൻ മതിയായിരുന്നു. ആദിത്യ ആരോടൊന്നില്ലാതെ പറഞ്ഞതും അവളുടെ വർത്തമാനം കേട്ട് അമ്മുവിന് ചിരി വന്നു. വാ, നമുക്ക് സോനയുടെ മുറിയിലേക്ക് പോവാം. അതും പറഞ്ഞ് അമ്മു അവളെയും കൂട്ടി നടന്നു. അവർ രണ്ടുപേരും കൂടി കുറച്ച് മുൻപോട്ട് നടന്നതും സോനയുടെ മമ്മി അവരെ കണ്ട് ചിരിച്ചുകൊണ്ട് വന്നു. എപ്പോൾ വന്നു മോളെ? സിദ്ധുവിടെ? അശ്വിനെയും കണ്ടില്ലല്ലോ. അവർ സംശയത്തോടെ ചോദിച്ചു. ഏട്ടനും ചേട്ടായും കൂടി ഇതേ പുറത്തു നിൽപ്പുണ്ട്. അവളെവിടെ? അമ്മു സംശയത്തോടെ തിരികെ ചോദിച്ചു. അവള് റൂമിലാ, ഒരുങ്ങുവാ. നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ല്. അവളുടെ അമ്മ പറഞ്ഞതും അമ്മു തലയാട്ടി. പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഇത് സിദ്ധുവേട്ടൻ്റെ അമ്മായിയുടെ മോളാ. അമ്മു ആദ്യം അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ അവളെ നോക്കി ചിരിച്ചു. അവളും തിരികെ അവരെ നോക്കി പുഞ്ചിരിച്ചു. മോളുടെ പേരെന്താ? സോനയുടെ മമ്മി അവളോട് ചോദിച്ചു. ആദിത്യ. അവൾ ചിരിയോടെ മറുപടി നൽകി. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി അവളുടെ മുറിയിലേക്ക് ചെല്ല്. ഞാൻ പോയി എല്ലാവരെയും ഒന്ന് അകത്തേക്ക് ക്ഷണിക്കട്ടെ. അതും പറഞ്ഞ് അവളുടെ മമ്മി പുറത്തേക്ക് പോയതും അമ്മുവും ആദിത്യയും കൂടി സോനയുടെ മുറിയിലേക്ക് നടന്നു. അവർ സോനയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ ഡോർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അമ്മു ഡോറിലൊന്ന് തട്ടി അവളെ വിളിച്ചതും അവൾ വാതിൽ തുറന്നു. വാതിൽ തുറന്നു വന്ന സോനയെ കണ്ടതും അമ്മുവും ആദിയും കണ്ണും തള്ളി അവളെ നോക്കി. ഒരു മഞ്ഞ ഗൗണാണ് അവളുടെ വേഷം. പഫ് സ്ലീവാണ്. ആ ഡ്രസ്സ് അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. മുടി വെറുതെ അഴിച്ചിട്ടിരിക്കുകയാണ്. അതിൽ മഞ്ഞ പൂക്കൾ കൊണ്ടുള്ള ഒരു ക്രൗൺ വെച്ചിട്ടുണ്ട്. കണ്ണുകൾ എഴുതി ഒരു മഞ്ഞക്കല്ലിൻ്റെ പൊട്ട് തൊട്ടിട്ടുണ്ട്. കഴുത്തിൽ ഒരു കുഞ്ഞു സ്വർണ്ണമാലയുണ്ട്. ഇരു കൈകളിലും മഞ്ഞ ജമന്തിപ്പൂക്കൾ കൊണ്ടുള്ള വള പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാതിൽ സൺഫ്ലവർ മോഡൽ വരുന്ന മഞ്ഞ കളറിലുള്ള കമ്മലിട്ടിട്ടുണ്ട്. ഹോ, എനിക്കും വേണം ഹൽദി. എന്നിട്ട് എനിക്കും ഇതുപോലെ ഒരുങ്ങി നിൽക്കണം. അവളെ കണ്ടതും ആദി പറഞ്ഞു. ഇവളെപ്പോ വന്നു? അത് കേട്ട് ചിരിച്ചുകൊണ്ട് സോന ചോദിച്ചു. ഞാൻ ഉച്ചയ്ക്ക് വന്നു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞത്. എന്നാലും നീ എന്നെ ഈ പരിപാടിക്ക് വിളിച്ചില്ലല്ലോ. കല്യാണം മാത്രം പറഞ്ഞു. ആദ്യം അവളെ നോക്കി മുഖം വീർപ്പിച്ചു. ഞാൻ കല്യാണം വിളിച്ചപ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞത്? നിനക്ക് എക്സാം ആയിരിക്കുമെന്നും നോക്കട്ടെ എന്നൊക്കെയല്ലേ? സോന തിരികെ അവളോട് ചോദിച്ചതും അവൾ ഇളിച്ചു കാണിച്ചു. എന്നിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ, ഞാൻ അവളെ ഈ പ്രോഗ്രാമിന് വിളിച്ചില്ല എന്ന്. സോന അവളെ നോക്കി പറഞ്ഞതും ആദ്യം അവളുടെ കവളിൽ രണ്ടും പിടിച്ചു വലിച്ചു. ചൂടാവല്ലേ സോനക്കുട്ടി, ഇതാ ഗിഫ്റ്റ് പിടിക്ക്. അതും പറഞ്ഞ് അവളൊരു ഗിഫ്റ്റ് ബോക്സ് അവൾക്ക് കൊടുത്തു. കട്ടിക്ക് വല്ലതും ഉണ്ടോടി? സോന അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു. ആ, അത്രയ്ക്കൊന്നുമില്ല. എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ്, അത്രേ ഉള്ളൂ. അവൾ മറുപടി പറഞ്ഞു. അമ്മുവും അവൾക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് നീട്ടി. അതൊരു ജ്വല്ലറി ബോക്സ് ആയിരുന്നു. സോന സംശയത്തോടെ ആ ബോക്സ് തുറന്നു നോക്കി. അതിലൊരു സ്വർണ്ണമാലയും അതിൻ്റെ സെറ്റ് കമ്മലും ആയിരുന്നു. എടി, ഇത്
സോന സംശയത്തോട് ചോദിച്ചു. എൻ്റെ അബീട്ടൻ്റെയും വകയാ. അമ്മ മറുപടി പറഞ്ഞതും സോന അവളെ കെട്ടിപ്പിടിച്ചു. ആദ്യം അത് കണ്ട് ചിരിച്ചു. എടി, നീ ഒരു കാര്യം അറിഞ്ഞോ? അമ്മ ആദിത്യയെ നോക്കിയിട്ട് സോനയോട് പറയാൻ തുടങ്ങിയതും ആദിത്യയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. എന്താടി, ഇവളുടെ മാരേജ് വല്ലതും ആയോ? സോന സംശയത്തോട് ചോദിച്ചു. അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? തരുണേട്ടൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? അമ്മ സംശയത്തോടെ തിരികെ ചോദിച്ചു. ഇല്ല, അതിന് ചാച്ചനെ വിളിക്കാൻ എവിടുന്ന എനിക്ക് സമയം? ഇന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. നീ കാര്യം പറ, ഇവളുടെ മാരേജ് സെറ്റായോ? സോന വീണ്ടും ചോദിച്ചു. ഒരുവിധം സെറ്റായി. ഇനി ചെറുക്കനെ ഓക്കെ പറയണം. പിന്നെ ഇവളുടെ വീട്ടുകാരും കല്യാണത്തിന് സമ്മതിക്കണം. അമ്മു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും സോന ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് മനസ്സിലായില്ല, നീ എന്താന്ന് കാര്യം പറ. സോന വീണ്ടും അവളോട് പറഞ്ഞതും അമ്മു ചിരിയോടെ അശ്വിൻ്റെയും ആദിത്യയുടെയും കാര്യം പറഞ്ഞു. ആ, ശരിക്കും? അവൾ വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ആദിയെ നോക്കി ചോദിച്ചു. അത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ശരിക്കും, അവൾ മറുപടി പറഞ്ഞു. അവസാനം നീ ഒപ്പിച്ചു അല്ലേ? സോന അവളുടെ ഇരു ഷോൾഡറിലും പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ട്രൈ ചെയ്തടി. എൻ്റെ ട്രൈ കണ്ട് അശ്വിൻ ചേട്ടൻ വീണിരിക്കുന്നു. ബട്ട് ട്രൈ ഞാൻ വിട്ടിട്ടില്ല. കല്യാണത്തിന് സമ്മതിക്കുന്നത് വരെ ഞാൻ ട്രൈ ചെയ്യും. അവൾ ചിരിയോടെ പറഞ്ഞതും അവളുടെ സംസാരം കേട്ട് അവരും ചിരിച്ചു. എനിക്ക് സന്തോഷമായി. ശരിക്കും നീ ഭാഗ്യം ചെയ്ത കുട്ടിയാ. അതുകൊണ്ട് അശ്വിൻ ചേട്ടനെ നിനക്ക് കിട്ടിയത്. സോന അവളെ നോക്കി പറഞ്ഞതും ആദിത്യ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഫംഗ്ഷന് വേണ്ടി അവളെ ചെയറിൽ കൊണ്ടിരുത്തി. അവളുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും അവൾക്ക് മധുരം നൽകി. അടുത്തത് കൂട്ടുകാരുടെ ഊഴമായിരുന്നു. അമ്മ അവൾക്കൊരു ലഡു എടുത്ത് വായിലേക്ക് വെച്ചു കൊടുത്തു. സോന ചിരിച്ചുകൊണ്ട് അത് കഴിച്ചു. അടുത്തത് ആദിയുടെ ഊഴമായിരുന്നു. ആദിയുടെ ഫേവറേറ്റായ ജിലേബിയാണ് അതിൽ നിന്നും എടുത്തത്. കുറച്ച് അവളുടെ വായിൽ വെച്ചു കൊടുത്തിട്ട് ആദി അത് കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് ഇറങ്ങി. എത്ര നേരമായെന്നറിയോ ഇതൊന്ന് കയ്യിലേക്ക് കിട്ടാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട്? ഇത് അവിടെ ഇരുന്നതിനെ മാടി മാടി വിളിക്കുമായിരുന്നു. അവൾ അമ്മുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ജിലേബി എടുത്ത് വായിലേക്ക് വെച്ചതും അവളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അശ്വിനെയാണ് അവൾ കണ്ടത്. അവനെ കണ്ടതും അവൾ പറക്കും തളികയിലെ ബസന്തിയെ പോലെ അതും വായിലിട്ട് ചവച്ചുകൊണ്ട് അവനെ നോക്കി 32 പല്ലും കാണിച്ച് ചിരിച്ചു. കുറച്ചു കഴിഞ്ഞതും തരുണിൻ്റെ ഫാമിലിയും അങ്ങോട്ടേക്ക് വന്നു. അവനെ കണ്ടതും സോനയുടെ കണ്ണുകൾ വിടർന്നു. തരുണിൻ്റെ മമ്മി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. പിന്നെ അതിൽ നിന്നും ജിലേബി എടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവൻ്റെ ചേച്ചിയും കുട്ടികളും ഒക്കെ അവൾക്ക് സ്വീറ്റ്സ് കൊടുത്തു. അടുത്തതായി തരുൺ സ്റ്റേജിലേക്ക് കയറി. അവൻ അടുത്തേക്ക് ചെന്ന് നിന്നതും അവൾ എഴുന്നേറ്റു. അവർ രണ്ടുപേരും കൂടി ആ മാംഗോ കേക്ക് കട്ട് ചെയ്തു. എല്ലാവരും സന്തോഷത്തോടെ അവരെ നോക്കി കൈകൾ അടിച്ചു. അവൻ അതിൽ നിന്നും കുറച്ചെടുത്ത് അവളുടെ വായിലേക്കും അവൾ തിരികെ അവൻ്റെ വായിലേക്കും വെച്ചു കൊടുത്തു. ആ കേക്ക് നമുക്കും തരുമായിരിക്കും അല്ലേ? ആദ്യം സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുന്ന അമ്മുവിനോട് പതിയെ ചോദിച്ചതും അമ്മു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അല്ല, എനിക്ക് വേണ്ട. അമ്മു നോക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു. അയ്യോ, അങ്ങനെ പറയല്ലേ. അമ്മു തിരികെ അവളെ കളിയാക്കി. അതല്ലടി, ആ മാംഗോ കേക്കിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആദ്യം അവളെ നോക്കി ചിരിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു. മാംഗോ കേക്കിന് മാംഗോയുടെ ടേസ്റ്റ് ആയിരിക്കും. അമ്മു വീണ്ടും അവളെ കളിയാക്കി. ഓ, ഈ പെണ്ണിൻ്റെ ഒരു തമാശ. ആദ്യം അവളുടെ കയ്യിൽ ചെറുതായി ഒന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മു ചിരിച്ചു. പിന്നീട് അവിടെ ആഘോഷത്തിൻ്റെ തിരക്കായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെയായി ഫുള്ളായി എല്ലാവരും ജോളിയായിരുന്നു. എല്ലാവരും ഡാൻസ് കളിക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്ന സമയത്ത് തരുൺ സോനയുടെ കയ്യിൽ പിടുത്തം വിട്ടു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചതിന് ശേഷം അവളെ കൊണ്ട് അവിടുന്ന് മുങ്ങി. അവർ പതിയെ ശബ്ദമുണ്ടാക്കാതെ സ്റ്റെയറുകൾ കയറി മുകളിലത്തെ ബാൽക്കണിയിലെത്തി. ചാച്ചാ, അവൾ സംശയത്തോടെ വിളിച്ചു. അവൻ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് അവളുടെ ചുണ്ടിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ വെച്ച് നിന്നെ ശരിക്കൊന്ന് കാണാൻ കൂടി പറ്റിയില്ല. എല്ലാവരുടെയും കണ്ണുകൾ നമ്മുടെ രണ്ടുപേരുടെയും മുഖത്തായിരുന്നു. ഇനിയെങ്കിലും ആരുടെയും ശല്യമില്ലാതെ ഞാൻ എൻ്റെ പെണ്ണിനെ ഒന്ന് കണ്ടോട്ടെ. അതും പറഞ്ഞ് അവൻ അവളെ അടിമുടി ഒന്ന് നോക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അവൻ നോക്കുന്നത് കണ്ട് അവൾ പുരികം പൊക്കി ചോദിച്ചു. സൂപ്പർ, അവൻ കൈകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചു പറഞ്ഞു. അവനൊരു റെഡ് കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ആയിരുന്നു വേഷം. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. അവൻ പറയുന്നത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നമ്മുടെ കല്യാണത്തിനും. പിന്നെ അവൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കാൻ തുടങ്ങി. അത് കണ്ടതും അവൾ നാണത്തോടെ അവനെ നോക്കി ചിരിച്ചു. നാണമാണോ? നാണം കൊണ്ട് കുനിഞ്ഞിരിക്കുന്ന അവളുടെ മുഖമുയർത്തി അവൻ്റെ നേരെ ആക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. പോ ചാച്ച. അവൾ തൻ്റെ ഇരു കൈകൾ കൊണ്ടും സ്വയം മുഖം പൊത്തി. എൻ്റെ പെണ്ണിന് ഇത്രയ്ക്കുന്നാണോ? അതും പറഞ്ഞ് അവൻ അവളുടെ ഇരു കൈകളും അവളുടെ മുഖത്തു നിന്നും മാറ്റി. സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള ലൈറ്റുകൾ അവളുടെ മുഖത്തേക്ക് അടിക്കും തോറും അതവളുടെ മുഖം നന്നായിട്ട് തിളങ്ങുന്നത് പോലെ അവന് തോന്നി. അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ അവൻ്റെ ഉള്ളം തുടിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾക്ക് ആകെ എന്തോ പോലെ തോന്നി. നാണമാണോ പരവേശമോ അങ്ങനെ എന്തൊക്കെയോ അവൾക്ക് തോന്നാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് കുറച്ചും കൂടി നീങ്ങി നിന്നു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി.
അവൻ അവളുടെ ഇടുപ്പിൽ കൈ ചുറ്റിക്കൊണ്ട് അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആദ്യം അവൻ്റെ പ്രവൃത്തിയിലൊന്ന് പകച്ചു പോയെങ്കിലും അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. അവൾ കണ്ണുകളൊന്ന് അടച്ചുകൊണ്ട് അത് സ്വീകരിച്ചു. ശേഷം കണ്ണുകൾ തുറന്നു. അവൾ ചിരിയോടെ തിരികെ അവൻ്റെ നെറ്റിയിലും തൻ്റെ ചുണ്ടുകൾ ചേർത്തു. നിന്നെ ഇപ്പോൾ കടിച്ച് തിന്നാൻ തോന്നുവാ എനിക്ക്, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ മുഖം കുനിച്ചു. സോന, അവൻ അരുമയായി അവളെ വിളിച്ചതും അവളൊന്ന് മൂളി. എന്നെ ഒന്ന് നോക്കു പെണ്ണേ. അവൾ അവനെ നോക്കാതെ നിൽക്കുന്നത് കണ്ടതും അവൻ വീണ്ടും പറഞ്ഞു. അത് കേട്ടതും അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവൻ അവളുടെ ഇടത് കവിളിലൊന്ന് അമർത്തിക്കടിച്ചു. ആ, അവൾ അവൻ്റെ ഷോൾഡറിൽ അമർത്തി പിടിച്ചുകൊണ്ട് വിളിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ ചുവന്ന ചുണ്ടിലേക്ക് നീണ്ടു. അത് മനസ്സിലായതും അവളുടെ ചുണ്ട് ഒന്ന് വിറച്ചു. എന്തേ? അവളുടെ മുഖം ചുവന്ന് തുടുക്കുന്നത് കണ്ടതും അവൻ പുരുകം പൊക്കി ചോദിച്ചു. എന്താ ചാച്ച? അവൾ ചിണുങ്ങി. ഇത്രയും നാണൊക്കെ ഉണ്ടായിരുന്നോ? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ നേരെ അടുപ്പിച്ചു. അവൻ്റെ മുഖം തൻ്റെ മുഖത്തിൻ്റെ നേരെ അടുക്കുന്നത് പോലെ തോന്നിയതും അവൾ വില്ല് പോലെ പുറകിലേക്ക് വളയാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ അവളെ വലിച്ച് ഒന്നുകൂടി നേരെ നിർത്തി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു. ഹാ ചാച്ച, അവൾ വിളിച്ചു. അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആരേലും കാണും ചാച്ച, എല്ലാവരും ഇവിടെയുണ്ട്, അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിന് അവൻ തിരികെ അവളോട് ചോദിച്ചു. പ്ലീസ് വേണ്ട, അവൾ അവനെ നോക്കി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഒന്നെങ്കിലും കിട്ടാതെ പോയാൽ എനിക്കൊന്നും ഉറക്കം വരില്ല, പ്ലീസ്, അവനും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആരെങ്കിലും കണ്ടുകൊണ്ട് കയറി വന്നാൽ ആകെ ചളുപ്പായിരിക്കും, എൻ്റെ പൊന്നു ചാച്ചനല്ലേ, ഒരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യ്, അവൾ അവനെ നോക്കി വീണ്ടും പറഞ്ഞു. ഓ, അത് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ, നീ വേണ്ട വേണ്ടാന്ന് തന്നെ പറയും, അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു. ഞാൻ അങ്ങനൊന്നും പറയില്ല, കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടുമല്ലോ, പക്ഷെ ഇപ്പം എന്തെങ്കിലും ചെയ്താൽ ആണെ ആരെങ്കിലും കണ്ടുകൊണ്ട് വരും. താഴത്തെ ആളുകളെ ചാച്ചൻ കണ്ടതല്ലേ, ഇന്നിവിടെ വെച്ച് ആരെങ്കിലും കണ്ടാൽ പിന്നെ മുഴുവൻ നാണക്കേടായിരിക്കും. ഒരു 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പ്ലീസ്, അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിണുങ്ങി. ശരി, അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും വിട്ടിട്ട് പോകാൻ തുടങ്ങിയതും അവൻ ഒന്നുകൂടി അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ആകെ ഷോക്കായിപ്പോയി. ഇവിടെ വരെ വന്നിട്ട് ഇതെങ്കിലും തരാതെ പോകുന്നത് എങ്ങനെയാ? അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു. അത് കേട്ടതും അവൾ ഒന്നുകൂടി അവനെ ചേർത്ത് പിടിച്ചു. അവരിരുവരും പരസ്പരം പുണർന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഡാ! പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും പിടഞ്ഞു മാറി. പിന്നെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കിയതും അവിടെ സിദ്ധുവും അമ്മുവും ആദിയും അശ്വിനും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇവരെ രണ്ടുപേരെ നോക്കി ചിരിക്കുകയായിരുന്നു. അയ്യേ! അവരെ കണ്ടതും സോന സ്വയം പറഞ്ഞുകൊണ്ട് തരുണിന്റെ ഇടത് നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി. പെട്ടെന്ന് അമ്മുവും ആദിയും കൂടി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ഇക്കിളിയിടാൻ തുടങ്ങി. അശ്വിനും സിദ്ധുവും വന്ന് തരുണിനെയും കളിയാക്കി. അവരുടെ എല്ലാവരുടെയും ചിരി ആ ബാൽക്കണിയിൽ മുഴുകി കേട്ടു.